ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഈ പുറകിലൊരു വവ്വാൽ തൂങ്ങി കിടക്കുന്നുണ്ടോ? അതാണ്, ദാറ്റ് ഈസ് നോട്ട് വവ്വാൽ, അതെൻ്റെ ഷഡ്ഡിയാണ്. ഷഡ്ഡി കഥയാണ്. കാര്യം കല്ലടിച്ച് ഷഡ്ഡി ഉരുന്ന കുണ്ടന്മാരെ പറ്റിയുള്ള കഥയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഓക്കെ, പറഞ്ഞു വന്നത് നമ്മുടെ കുണ്ടന്നൂർ ഗ്യാങ്ങിനെ പറ്റിയാണ് ഗൈസ്. കുണ്ടന്നൂർ ഗ്യാങ് സീക്രട്ട് ഏജന്റ് വേഴ്സസ് ഷമീർ പൊരിഞ്ഞടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ചെറിയൊരു കെമിയോ റോളായിട്ട് നമ്മൾ വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് പോകുന്നെന്ന് മാത്രം. ഇപ്പൊ സായിക്കെതിരെ കുറെ വീഡിയോ ഷമീർ ചെയ്തു. ഷമീറിനെ ഇന്നലെ വലിച്ചു കീറി ഒട്ടിച്ചുകൊണ്ട് സായി ഒരു വീഡിയോ ചെയ്തു. ആൻഡ് സായിയുടെ ഇപ്പോഴത്തെ വീഡിയോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. സായി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു സായിയുടെ കാല് പിടിച്ചിട്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ടാവണം ഈ ഷമീർ എന്ന് പറഞ്ഞവൻ. അപ്പം സായി പറഞ്ഞതിന്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ എനിക്കും സംസാരിക്കാനുണ്ട്. ഞാനിത് പറയില്ലായിരുന്നു, അത് ഉമ്മാര് തമ്മിലുള്ള പേഴ്സണൽ ഇഷ്യൂ അല്ലെങ്കിൽ ഉമ്മാര് തമ്മിലുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അതങ്ങ് വിട്ടേനെ. സായിക്ക് സ്ട്രൈക്ക് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഇവൻ എനിക്ക് വിട്ടു തന്ന ഒരു സ്ട്രൈക്ക് എൻ്റെ ഈഗോയെ അത് അങ്ങ് ഹേർട്ട് ചെയ്തടാ മോനെ. സ്ട്രൈക്കൊക്കെ നമുക്ക് ആദ്യമായിട്ടൊന്നും കിട്ടുന്നത്. നീ സ്ട്രൈക്ക് എന്നത് കൗണ്ടർ അടിച്ച് പൊട്ടിക്കാനും അറിയാം. ഇന്നലെ തന്നെ അതിന്റെ കൗണ്ടർ നോട്ടിഫിക്കേഷൻ പാസ് ആവുകയും ചെയ്തു. പക്ഷെ നീ തന്ന ആ സ്ട്രൈക്ക് എനിക്കങ്ങ് എൻ്റെ ഈഗോയെ അങ്ങ് പിടിച്ചൊലച്ച്. അപ്പൊ പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാനും കൂടെ വന്ന് പറയാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്കറിയാം കാര്യങ്ങൾ നമ്മളോട് പറയുന്നതാണല്ലോ എൻ്റെ ഒരു രസം. എന്താണെങ്കിലും സായിയുടെ വീഡിയോയിൽ ഇപ്പം നിലവിലില്ലാത്ത ഭാഗങ്ങൾ ഞാൻ വെക്കാം നിങ്ങൾക്ക്. ഓക്കെ, അത് നിങ്ങളൊന്ന് കാണും, എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. അത് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഒരു 9 minutes നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളാം, എന്നിട്ട് ബാക്കി ഞാൻ പറയുന്നത് കേട്ടാൽ മതി. നാട്ടുകാരുടെ മുന്നിൽ ഈ കണ്ട സാധനം വലിച്ചു കയറ്റി സ്ക്രിപ്റ്റ് പഠിച്ച് നാട്ടുകാരെ 24/7 പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊണ്ണ ഊള വന്നിരുന്ന് ഇന്നെ ചെറിയ തോണ്ടിയാൽ ഞാൻ പിന്നെ വെറുതെ പോണോ? ഇപ്പൊ ഈ തോണ്ടി ഈ എന്താ പറഞ്ഞത്? എൻ്റെ ജീവിതം തൊലഞ്ഞിരിക്കും, ഇതിനും കൂടുതൽ തൊലയാനല്ല. അതുകൊണ്ട് ഇനി കുഴപ്പമില്ല. ഇത് ഭീഷണി എന്നല്ല പറഞ്ഞു. ഭീഷണി എന്താ? ഭീഷണിയല്ല, റിയാലിറ്റി എന്താണെന്ന് എനിക്ക് ഞാൻ കേൾക്കണോ? പറഞ്ഞു തരണോ? ഞാനിവിടെ എനിക്കൊരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. ഓക്കെ, ഇനി അങ്ങോട്ട് വരാൻ പോണത് റിയാലിറ്റി. ഇതൊക്കെ ഷമീർ ഇനി ഇരുന്ന് മെഴുകേണ്ടി വരും. എനിക്ക് കണ്ടന്റ് ഞാൻ ഇട്ടൊരു ഷമീറെ. ഈ ലല്ലൂബി ഫസ്മിനെ കല്യാണം കഴിച്ച് ഇപ്പൊ വിഷയത്തിലായി നിൽക്കുന്ന ലല്ലൂബി ഫസ്മിന വിഷയം അറിയാത്തവരായിട്ട് ആരുമില്ല. ലൂപ്പ് പോലെ യൂട്യൂബിൽ കിടന്ന് കറങ്ങുന്ന സാധനമാണ്. വെരി സോറി ലല്ലു, നിന്നതിലേക്ക് വലിച്ചിടാൻ എനിക്ക് ഒരു താല്പര്യവും ഇല്ല. കാരണം നീ വളരെ ഓക്കെ ആയിട്ട് ഇപ്പോൾ മാറിപ്പോയി ജീവിക്കുന്ന ഒരാളാണ്. നീ നിന്റെ പേഴ്സണൽ ലൈഫായിട്ട് പോകുന്നൊരു വ്യക്തിയാണ്. എനിക്ക് നിന്നെ ഇതിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമില്ല. നീ വരും വേണ്ട. പക്ഷെ നിന്റെ ഇൻ്റർവ്യൂവിൻ്റെ ഒരു പോർഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ആ പോർഷൻ ഞാനിവിടെ പ്ലേ ചെയ്യും. അജിൻ്റെ ഒപ്പം ഉള്ളത്. മേ ബി അജിനോട് ലല്ലൂബി ഈ കാര്യങ്ങൾ പറഞ്ഞു കാണും. അതുകൊണ്ടാണ് എടുത്തെടുത്ത് ഈ ഇൻ്റർവ്യൂവിൽ ഇതിനെക്കുറിച്ച് അജിൻ കുത്തി ചോദിച്ചിരുന്നത്. ഓക്കെ, ഇത് പേഴ്സണലാണ് ഇനി ഷമീറെ. എനിക്ക് തൊപ്പീനെയും സേവ് വേണ്ട, നിന്നെയും സേവ് വേണ്ട. ജനങ്ങളെ മുന്നിൽ യജാതി റോക്കറ്റുകളാണ് നിങ്ങൾ എന്നുള്ളതൊന്ന് കാണിച്ചു കൊടുത്തിട്ട് ഇനി ഞാനുള്ളൂ. ഓക്കെ, നിങ്ങൾ പരിചയപ്പെടുന്നത് എങ്ങനാ? ഫസീൽ ലല്ലുവും പരിചയപ്പെടുന്നത് എങ്ങനാ? ഞങ്ങൾ എറണാകുളം വാഗ്വേന്നാണ് പരിചയപ്പെടുന്നത്. പരിചയപ്പെട്ട് ഇവളെ കുറെ സാഡ് സ്റ്റോറീസ് ഒക്കെ എന്നോട് പറഞ്ഞിട്ടാണ് എന്റെ സിമ്പതി പിടിച്ചു പറ്റാൻ അവള് എന്നിലോട്ട് എത്തണേ. പറഞ്ഞ കഥകളൊക്കെ എന്തൊക്കെയായിരുന്നു? പറഞ്ഞ കഥകൾ അവന്റെ ഇതാക്കി പോയി. ആര്യ? അവളെ എക്സ്, ഈ തൊപ്പിയാണ് പേഴ്സൺ, അവളെ ഒഴിവാക്കി പോയി. പിന്നെ എന്താ റീസൺ കാര്യങ്ങളൊക്കെ എന്നോട് ഒരുപാട് റീസൺ പറഞ്ഞു. പറഞ്ഞ റീസൺ എന്താണ്? പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തൊപ്പിയും, അതായത് തൊപ്പിയുടെ കൂടെ നടക്കുന്ന ആളുംപാടി തൊപ്പി ബൈസെക്ഷലാണ്. അതുകൊണ്ടാണ് ഞാൻ റിലേഷൻ സ്റ്റോപ്പ് ആക്കി പോകുന്നതെന്ന് പറഞ്ഞത്. എന്തേ? ഇനി ഞാൻ കഥ പറഞ്ഞുതരാം. ഈ കഥ ഓക്കെ, തൊപ്പിയും ഫസ്മിനെയും തെറ്റാനുള്ളതും ഈ ഫസ്മിന മാറിപ്പോയി ഇത്രയും ഡിപ്രഷൻ അടിച്ച് കുറേ കാലം ഇരുന്നതും ഈ ഒരു ഇൻ്റർവ്യൂ ഇറങ്ങി ഇവരുടെ വിഷയങ്ങൾ നടന്ന സമയത്ത് ഫസ്മിനോട് ഞാൻ സംസാരിച്ചപ്പോൾ അടക്കം ഫസി ആ കാര്യങ്ങളൊന്നും തുറന്ന് വിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ലല്ലു ഇവൻ എന്നോട് ഇത് പറഞ്ഞിട്ടൊരു വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഫസ്മിന ഈ കഥ ഫോണിൽ ഇങ്ങനെ തിരിഞ്ഞ് കട്ടിൻ്റെ മുകളിൽ തിരിഞ്ഞിരുന്ന് സംസാരിക്കുകയാണ്. മേ ബി ഫോണിലായിരിക്കാം, അല്ലെങ്കിൽ ലല്ലുവിനോട് തന്നെ ആയിരിക്കാം. ഈ കഥ പറയുന്നതിൽ ഒരു ക്യാരക്ടർ നീയാ ഷമീർ, മനസ്സിലായ? ഒന്ന് തൊപ്പി. എന്നിട്ട് ആ വീഡിയോ ഒരു 1 time എനിക്ക് ഈ ലല്ലു അയച്ചു. അപ്പോൾ അവൻ്റെ കയ്യിൽ ആ വീഡിയോ ഉണ്ട്. ഞാനത് അന്ന് വിട്ടു, ഞാനതൊന്ന് വിശ്വസിച്ചില്ല. കാരണം എന്താ? എനിക്കിതിലേക്ക് തൊപ്പീനെ വലിച്ചിടാനോ അല്ലെങ്കിൽ ഇത് വിശ്വസിക്കാനോ ഫസ്മിന എന്നോട് പറഞ്ഞിട്ടില്ല. ലല്ലൂബിയാണ് എന്നോട് ഈ കഥ പറയുന്നത്. മനസ്സിലായില്ലേ? ഫസ്മിന തെറ്റാനുള്ള കാരണം ആ വീട്ടിനകത്ത് കല്ലും പുല്ലും വലിച്ച് പരസ്പരം ആരാ എന്താന്നുള്ള ബോധവും ബുദ്ധിയില്ലാതെ തമ്മിൽ ഇത് ഊമ്പിക്കളിച്ച് നടക്കലാന്നുള്ളത് അന്ന് ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ പിന്നെ കഥകൾ പുറത്തു വന്നപ്പോൾ
നിന്റെ വീഡിയോ എടുത്തത് തൊപ്പിയാണെന്ന് നീ നിന്റെ വായ കൊണ്ട് പറഞ്ഞപ്പോൾ തൊപ്പിക്ക് ആ സിറ്റുവേഷനിൽ നിന്നോടോ മമ്മൂനോടോ ഒരു തരത്തിലും എന്തില്ല, ഒരു ഇഞ്ച് പോലും സംശയമില്ല, അല്ലെങ്കിൽ നിങ്ങളോട് റിവെഞ്ച് ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ അവനെതിരാന്നുള്ളത് അവൻ്റെ മനസ്സിൽ പോലും ആയിട്ടില്ലാത്ത കാലത്ത് നീ ഇരുന്ന് നിന്റെ കയ്യിൽ പിടിക്കണ ആ ഒരു വീഡിയോ, അതിൽ ഈ പറഞ്ഞ മമ്മു നിന്റെ അടുത്ത് വരുന്ന ഒരു സാധനം തൊപ്പി എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ തൊപ്പിക്ക് എന്താടാ നിന്നോട്? സ്വന്തം പാർട്ട്ണർ പോയ വേദനയോ? എന്തിനാ എടുത്തു വെച്ചാൽ അത്? അല്ല, എടുത്തു വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാരണം വേണമല്ലോ. ഷമീർ പറ, ഈ തൊപ്പി പറ. വലിച്ചിടരുത്, തന്നെ ചീന്തി കീറും ഞാൻ എല്ലാത്തിനും. ഉള്ള തന്തയില്ലായ്മ തെമ്മാടിത്തരം കാണിച്ചു കൂട്ടിയൊരു വീട്ടിനകത്ത് കൂട്ടുകയറി ഇരുന്നിട്ട് എന്നിട്ട് വന്നിരുന്ന് വെല്ലുവിളിക്കണാടാ. എന്നിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ട് പരസ്പരം അടി ഉണ്ടാക്കിയ സമയത്ത് ഒരുത്തൻ എടുത്താണ് പുറത്തിട്ടു. എന്നിട്ട് മറ്റോ കിടന്ന് മെഴുകുക അതിന്. ഇവൻ എന്താണ് കണക്ക് തൊപ്പീനോട് ഇതിൻ്റെ എതിരെ പോവാൻ ഒരു മടി? തൊപ്പീനോട് ഇങ്ങനെ അത് നിങ്ങൾ പുറത്ത് വിടി, നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ ബാക്കി പുറത്ത് വിടി. തൊപ്പീനോട് പറയുമ്പോൾ ഇവൻ ആ ടോണാ. അന്ന മൂപ്പര് ഇങ്ങള്, ഇതാണ് ഷമീർ തൊപ്പീനെ പറയുന്നത്. എന്താണ് കണക്ക് അങ്ങനത്തെ ഒരു വർത്താനം? ഇന്നെ വലിച്ചു കീറി എൻ്റെ കുടുംബത്തിന് മുന്നിൽ നാറ്റിച്ചൊരുത്തനാണെന്ന് പരനാറി എന്ന് പറയും ഞാൻ അവനെ. ചേറ്റാന്ന് വിളിക്കും ഞാൻ അവനെ. എന്താണ് പറ്റാത്തത് തൊപ്പീനെ വിളിക്കാൻ? പിന്നെ ഈ പറഞ്ഞ കഥ ഫസ്മിന എന്നോട് ഈ വിഷയങ്ങൾക്ക് ശേഷം പറഞ്ഞു. ഇല്ലെങ്കിൽ ഫസ്മിന ഇല്ലാന്ന് പറയട്ടെ. ഞാൻ പറയുമ്പോൾ ഫസ്മിന വീഡിയോ ഇടണം. ഫസ്മിന പബ്ലിക്കിനോട്, ഫസ്മിന എന്നോട് മാത്രമല്ല, ഫസ്മിന ഒരുപാട് പേരോട് ഇത് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ഫസ്മിനോട് ഞാൻ ഇന്നലെ വിളിച്ചു. ഷമീർ ഇരുന്ന് ഈ ചെറ്റ വർത്താനം എന്നെ കുറിച്ച് പറയുന്നുണ്ട്. ഫസി ഇനി ഞാൻ വിടില്ല. മനസ്സിലായോ? ഒരാവശ്യവും ഇല്ലാതെ ഞാൻ അവനെ ഭീഷണിപ്പെടുത്തി എന്ന് അവൻ പറയുന്നത്. ഇത് ഭീഷണിയല്ല, ഫസ്മിന എന്നോട് പറഞ്ഞ കാര്യം. ഓക്കെ, അതും ഫസ്മിനയുടെ കയ്യിൽ പ്രൂഫ് ഉണ്ടായിരുന്നു. ഫസ്മിന ഫോൺ മാറ്റിയപ്പോൾ അത് പോയി. പക്ഷെ അത് ലല്ലുവിയുടെ കയ്യിലുണ്ട് എന്നുള്ളത് ഫസ്മിന എപ്പോഴും പറയുന്നുണ്ട്. ആ വീഡിയോ, ഫസ്മിന ഒരു വീഡിയോ എടുത്തിരുന്നു അത്ര അവിടുന്ന് ഇവരെ വീട്ടിൽ നിന്ന്. അത് ലല്ലുവിൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണല്ലോ ലല്ലു അതിൻ്റെ ഒരു പോർഷൻ എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റും കാണുമല്ലോ ലല്ലുവിൻ്റെ കയ്യിൽ. ഇനി ലല്ലുവിന് ഇതിൽ ഇൻവോൾവ് ആവാൻ താല്പര്യമില്ലെങ്കിൽ ലല്ലുവിന് ഇല്ല, വീഡിയോ ഇല്ല എന്ന് പറഞ്ഞിട്ട് പോവാം. നോ വറീസ്, ലല്ലു സേഫ് ആയിരിക്കും, ഒരു കുഴപ്പമില്ല. ലല്ലു നീ നിൻ്റെ പ്രൈവസി നീ കീപ്പ് ചെയ്തോളാം മോനെ, ഒരു കുഴപ്പമില്ല, നീ ഇതിക്ക് വരണ്ട. ബട്ട് സ്റ്റിൽ നീ അയച്ചിട്ടില്ല എന്ന് നിനക്ക് എവിടെയും പറയാൻ പറ്റില്ല. നീ എനിക്ക് അയച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈവൻ ഫസ്മിനോട് ചോദിച്ചു, ഫസ്മിന ആ വീഡിയോ ഇങ്ങനെയാണോ? നീ ഒരു ഫോണിൽ നോക്കിയിരുന്നിട്ട് ഇത് സംസാരിച്ച് തിരിയുന്നതാണോ? അതിന് ഫസ്മിന പറഞ്ഞു അതെ, അതിന് കംപ്ലീറ്റ് വീഡിയോ ഉണ്ട്. കാരണം ആ ഫോണിനകത്ത് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ലല്ലുവിനെ അയച്ചു കൊടുത്തിട്ടുണ്ട്. മേ ബി അവൻ്റെ ഈ കാണും. മനസ്സിലായോ? അപ്പോൾ ഫസ്മിന ഈ കഥ എന്നോട് പറഞ്ഞു, നീ എന്തിനാ ഗൾഫ് പോയേ? എന്തിനാണ് ഫസ്മിനയുമായിട്ട് ഈ പറഞ്ഞ തൊപ്പി റിലേഷനിലായ സമയത്ത് ഈ പറഞ്ഞ ഷമീർ ദുബായി പോയത്? ഫസ്മിന ഒന്ന് പറയണത്, ഞാനല്ല, ഫസ്മിന ഒന്ന് പറയണം ഇതിൻ്റെ കംപ്ലീറ്റ് കഥ. ഇവന്മാരുടെ നാറിയ ഈ ചെറ്റ കളി ഫസ്മിനയ്ക്ക് പറയാൻ പറ്റും. ഇനിയെങ്കിലും ഫസ്മിനയ്ക്ക് പറയാൻ പറ്റുമെങ്കിൽ ഫസ്മിന പറ. ഇല്ലെങ്കിൽ നീ ഈ പറഞ്ഞ ബാക്കി യൂട്യൂബേഴ്സ് ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ഫസ്മിന ഇത് പറഞ്ഞു, ഇതറിയാവുന്ന ഒരുപാട് പേര്. ഞങ്ങൾ പരസ്പരം നമ്മൾ സംസാരിച്ചപ്പോൾ അടക്കി ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരും ഇത് വൃത്തികേടാണ്, ഇവന്മാരെ പേഴ്സണൽ ലൈഫ് പോകും. പക്ഷെ ഇവന്മാരൊക്കെ ചെറ്റകളാണ്. ഇവന്മാർക്കൊന്നും സൊസൈറ്റിന് മുന്നിൽ എത്ര നാറിയാലും കുഴപ്പമില്ല. കാരണം ഇവന്മാരൊക്കെ തിങ്കിങ് എന്താ അറിയോ, നാളെ ഇതൊക്കെ നാട്ടുകാർ മറക്കും, കുഴപ്പമൊന്നുമില്ലല്ലോ, ഇതിൽ വന്നാൽ വേറൊരു കേസ് വരും, ഇനി അങ്ങനെ പോകണ്ട, ഇതൊക്കെ നാറിയിട്ട് പോയാൽ മതി. അടുക്കളേൻ്റെ അകത്തുനിന്ന് ഫസ്മിന എങ്ങനെ നിങ്ങളെ പൊക്കി, എന്ത് വിഷയത്തിൽ സംസാരിച്ച് തീർത്തതിന് ശേഷമാണ് ഇജ്ജ് ഇവിടുന്ന് ദുബായിക്ക് കയറി പോയത്? ഇതൊക്കെ ഫസ്മിന പറയട്ടെ. ഫസ്മിന സാക്കിറിനോട് ഞാൻ പറയുന്നു, ഫസ്മിന ഇത് വീഡിയോ ഇട്ട് ഫസ്മിന ജനങ്ങളോട് പറ. ഇനിയാണ് ഫസ്മിന പറയ്. ഫസ്മിന കഥ വന്ന് പറയുമ്പോൾ ഈ ഷമീർ ഓടും ഫസ്മിനേൻ്റെ അടുത്തേക്ക് കയ്യും കാലും പിടിച്ചിട്ട്. ആ ഓട്ടത്തിലും കരച്ചിലും ഫസ്മിന നിൽക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും ഫസ്മിനോട് പറയാനില്ല. ഓക്കെ, പിന്നെ ഫസ്മിനാൻ്റെ വീഡിയോ തൊപ്പിയും ഫസ്മിനയും ഉള്ളതടക്കം ഈ പറഞ്ഞ ഷമീറിനും ടീമിനും ഈ തൊപ്പി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവരുടെ പേഴ്സണലി ഇവരുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള സാധനം. ഫസ്മിനേൻ്റെ പേടിയതാ, തൊപ്പീൻ്റെ ഇവരുടെ പേഴ്സണൽ വീഡിയോസ് ഉണ്ട് ഫസ്മിനേൻ്റെയും തൊപ്പീൻ്റെയും. ഇത് ഷമീറിനും ടീമിനും തൊപ്പി കാണിച്ചു കൊടുത്തു എന്ന് ഷമീർ തന്നെ ഫസ്മിനാനോട് പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, അതിൻ്റെ വോയിസ് റെക്കോർഡൊക്കെ ഓൾറെഡി വന്നതാ. അപ്പം അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ത്രട്ടനിങ് ചെയ്യാനോ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇനി ഓളെ ഒതുക്കാനോ ആണെന്നുണ്ടെങ്കിൽ അത് ഒതുങ്ങൂല മക്കളെ.
അതുകൊണ്ട് ഇനി ഫസ്മിനെ പറയണം ഇവന്മാരുടെ ഇടപാട് എന്താണെന്നുള്ളത്. ജനങ്ങൾ അറിയണം ഈ നാറികൾ എന്താണെന്നുള്ളത്. ഇത്രയും കാലം ഇവിടെ ഒരു കൂട്ടം ആളുകളെ പറ്റിച്ചുകൊണ്ടിരുന്ന ഈ നാറികൾ എന്താണെന്നുള്ളത്. അപ്പം ഷമീർ ആൻഡ് തൊപ്പി തമ്മിലുള്ള കുണ്ടന്നൂർ പരിപാടിയെ പറ്റിയാണ് സായി ഈ ഭാഗത്ത് പ്രതിപാദിച്ചു പോകുന്നത്. ഇത് ഫസ്മിനെ കണ്ടു എന്നാണ് പറയുന്നത്. ഫസ്മിനെ ഇത് പല ആളുകളുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം ഫസ്മിനെ എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ വ്യക്തമായിട്ടുള്ള വോയിസ് റെക്കോർഡ് എൻ്റെ ഉമ്മാണ് സത്യം. ഓമാര് കിച്ചണിൽ കടന്നിട്ട് കുണ്ടന്നൂർ നടത്തുന്ന പരിപാടി എൻ്റെ കണ്ണാലെ കണ്ടു എന്ന് പറയുന്ന നല്ല വെടിപ്പായിട്ട് പറയുന്ന വോയിസ് എൻ്റെ റിപ്പോർട്ട്. അത് ഞാൻ ഒരിക്കലും പബ്ലിഷ് ചെയ്യണമെന്നോ ഇത് എടുത്തിടണമെന്നോ പറഞ്ഞിട്ട് വെച്ചേക്കുന്ന സാധനമൊന്നും അല്ല. എന്തോ ഒരു കാര്യത്തിൽ അത് റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്. ഞാൻ ഇന്നലെ ഫസ്മിനെ അടുത്ത് കാര്യം ചോദിച്ച സമയത്ത് ഫസ്മിനക്ക് ഇതിനകത്തോട്ട് ഇന്നാവാൻ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാനത് പുറത്ത് വിടുന്നില്ല. മാത്രമല്ല നമ്മുടെ അടുത്ത് വിശ്വസിച്ച് പറഞ്ഞൊരു കാര്യമാണ്. അത് അവരുടെ കൺസെന്റ് ഇല്ലാതെ പുറത്തുവിടാൻ എൻ്റെ എത്തിക്സ് എന്നെ അനുവദിക്കുന്നില്ല. ഇനിയും കൂടുതൽ കടന്ന് ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ പൊന്നു ഷമീറ ഞാൻ എൻ്റെ എത്തിക്സ് അങ്ങ് വിടും. ഇതിനകത്ത് വന്നു പോയിട്ടുള്ള എല്ലാ എണ്ണം തൊട്ടികളാണ്. അന്നേരം നമുക്ക് ഇവിടെ എത്തിക്സും പിടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് എന്താണ് കൃത്യമായിട്ട് അവൾ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് കംപ്ലീറ്റ് നീയും തൊപ്പിയും കടന്ന് കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ അത് മറ്റേത് മാത്രമല്ല കുറെ ഉണ്ട്. എല്ലാം എടുത്ത് ഞാൻ വിടും. കൂടുതൽ ഇവിടെ കടന്ന് കുണച്ചു കഴിഞ്ഞാൽ നീ എങ്കിൽ പ്രൂവ് ചെയ്യ്. നീ അങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടില്ലെങ്കിൽ പ്രൂവ് ചെയ്യ്. ഇതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്നറിയോ? ഇത് ഞാൻ പുറത്തു വിടണ്ട. ഈ ഒരു സാധനം ഞാൻ ഫസ്മിനെ അടുത്ത് ചോദിച്ചു. എടി ഞാൻ ഇതുപോലെ പുറത്ത് വിട്ടോട്ടെ എന്ന് ചോദിച്ച സമയത്ത് ഫസ്മിനെ ഇത് അവൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ഷമീറിന്റെ അടുത്ത് പോയി പറഞ്ഞു. ഷമീർ ഇവിടെ കയ്യിൽ നിന്ന് നമ്പർ മേടിച്ചിട്ട് എന്നെ തുരുതുരാന്ന് വിളിക്കുന്നു. എടാ അങ്ങനെ ഒരു സംഭവം ഇല്ല. പിന്നെ നീ എന്തിനാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്? എന്തിനു നീ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ നിൽക്കണം? ഒരു 4-5 കോൾ ഇന്നലെ. നീ ഇത് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കും. ഞാൻ ഈ വീഡിയോ ചെയ്തതിന് ശേഷം നീ എന്നെ വിളിക്കും. ഞാൻ ഒന്നര അടുത്ത് സംസാരിക്കാം. ഇന്നലെ നീ വിളിച്ച സമയത്ത് ഞാൻ ട്രെയിനിലായിരുന്നു. എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നില്ല. കാര്യം ഒന്നാമതേ ഞാൻ ട്രെയിനിനകത്ത് നിന്നാണ് വരുന്നത്. ചുറ്റും ആളുകൾ. എനിക്ക് ആ സമയത്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നില്ല. ഇത് ഞാൻ എണീറ്റ് ഇരിക്കുകയാണ്. എന്നിട്ട് ഫസ്റ്റ് വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണ്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം നീ കണ്ടതിന് ശേഷം എന്നെ വിളിക്കും, ഞാൻ സംസാരിക്കാം. അതിനു മുമ്പ് നോ സംസാരം. അപ്പം നിന്റെ ഭാഗം ക്ലിയർ ആണ്. നിന്നെ അങ്ങനെ ഒരു സംഭവം ഇല്ല, അങ്ങനെ ഒരു വോയിസ് പുറത്തു വന്നത് നിന്നെ അത് ബാധിക്കുന്നില്ലെങ്കിൽ പിന്നെ നീ എന്തിന് എന്നെ കിടന്ന് ഇങ്ങനെ വിളിക്കണം? എനിക്കത് മനസ്സിലാവാത്ത. അവൻ പ്രാണം തല്ലി വിളിച്ചേക്കുന്നു. നിനക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളെ പുച്ഛവാ. നീ പിന്നെ എന്തോ തൊലിച്ചോണ്ടാണ് നീ റിയാക്ട് ചെയ്തോണ്ടിരിക്കണേ? ഒരു കാര്യത്തെ പറ്റി പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പോലും നിനക്കൊന്നും അറിയത്തില്ല. ഞാനൊക്കെ എടുത്തു വെച്ച് ഇവിടെ ചെയ്യുന്ന പോലെ ഒരു സബ്ജക്ട് വെച്ച് നിനക്ക് സംസാരിക്കാനുള്ള ബുദ്ധിയ വിവരം ഉണ്ടോടാ? നിനക്ക് ഉണ്ടോ? നിനക്ക് മറ്റേ നിന്റെ സാമാനം യൂറിൻ ടെസ്റ്റ് തിരുത്താനുള്ള അതുപോലും പ്രോപ്പറായിട്ട് തിരുത്തി അതിന്റെ ഹാർഡ് കോപ്പി കാണിക്കാനുള്ള ബുദ്ധിയ വിവരവും നിനക്കില്ല. എന്തിന് സൂപ്പർ ചാറ്റ് ഓഫ് ആക്കാൻ പോലുള്ള വിവരം നിനക്കില്ല. സ്ട്രീമിംഗ് എന്നും സ്ട്രീമർ എന്നും പറഞ്ഞു വന്നിരിക്കുന്നത് നീ നമ്മളെ ഉണ്ടാക്കുന്ന റിയാക്ഷൻ ചാനലുകാരൻ നിനക്ക് പുച്ഛവാ. എന്നിട്ട് ഇവൻ വന്ന് പണയാണ് നീയൊക്കെ സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ. എടാ നമ്മുടെ ഒപ്പീനിയനാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് കേൾക്കാൻ ആളുണ്ടായതാണ് ഈ യൂട്യൂബിനകത്ത് 100,000 റിയാക്ഷൻ ചാനൽ ഉണ്ടായിട്ട് നമ്മുടെ ചാനൽ ഇത്ര ആളുകൾ ഇരുന്ന് കാണുന്നത്. നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും ആളുകൾക്ക് സത്യമാണെന്ന് തോന്നിയോണ്ടാണ്. നിനക്കൊന്നും ഇല്ലാത്തൊരു കാര്യമുണ്ട്. നമുക്ക് ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന സാധനം അതുണ്ട്. അത് ആരെയും കട്ടോ മോട്ടിച്ചോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു സാധനമല്ല. അത് ഇത്രയും നാള് ചെയ്തു വെച്ചിട്ടുള്ള വീഡിയോയിൽ നിന്നത് ആളുകൾ കണ്ട് നമുക്ക് തന്നൊരു വിശ്വാസമാണ്. അത് ഇന്നേ വരെ ഞാൻ കളഞ്ഞിട്ടുമില്ല. ഒരുത്തന്റെ മുന്നിൽ കുനിഞ്ഞ് നിൽക്കാൻ വേണ്ടി ഞാൻ പോയിട്ടില്ല. പൈസയുടെ ഓഫേഴ്സ് വന്നിട്ടുണ്ട്. പൈസ മേടിച്ചിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടില്ല ഇന്നേ വരെ. ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ 10,000 താഴെ ചിലപ്പോൾ കിട്ടുന്നത്. പക്ഷെ ലക്ഷങ്ങളുടെ ഓഫർ വന്നിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. കാര്യം അതിനേക്കാളും ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്ന എന്റെ ക്രെഡിബിലിറ്റിക്കാണ്. ഇവന് റിയാക്ഷൻ ചാനലുകാരെ പുച്ഛം. എവന്റെ വീഡിയോ എടുത്ത് നോക്ക്. ഇവൻ ഇവിടെ നിന്ന് റിയാക്ട് ചെയ്യുമല്ലോ ചെയ്യുന്നത്. എന്നിട്ട് മറ്റേ ഒമേഗകളിൽ ഇരുന്നിട്ട് പെണ്ണുങ്ങളെ വിളിച്ച് ഫ്രണ്ട് ഇരുത്തിയിട്ട് തുണ്ട് വർത്താനം, അവൾമാരുടെ ക്ലീവേജ് നോക്കിയിട്ട് കൊതിവിടുന്ന സാധനങ്ങൾ, മറ്റേത് കുരിഞ്ഞിടിക്കണി, അത് പറയുന്നു ഇത് പറയുന്നു. പെണ്ണുങ്ങളെ അപരാധിച്ച് ഉണ്ടാക്കിയ വ്യൂവർഷിപ്പ് തൊപ്പി കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നത് നീ വന്ന് കാണിച്ചപ്പോൾ നിനക്കും കുറെ അറ്റൻഷൻ കിട്ടി. അല്ലാതെ നീയൊക്കെ നല്ലൊരു കോണ്ടന്റ് ചെയ്ത് നീയൊക്കെ എങ്ങനെ നീയൊക്കെ വന്നത്? നിനക്കൊക്കെ എന്തെങ്കിലും കഴിവുണ്ടോ? തൊപ്പിയുടെ മൂഡ് താങ്ങിയോണ്ടല്ലോ നിന്നെയൊക്കെ 4 പേര് അറിഞ്ഞത് തന്നെ. അല്ലാതെ സ്വന്തമായിട്ട് കണ്ടന്റ് ചെയ്ത് നിനക്കൊക്കെ വന്ന് നിൽക്കാൻ പറ്റുമോ? തൊപ്പി കുറെ അപരാധം കാണിച്ച് അവൻ ഫേമസ് ആയി. അവന്റെ കൂടെ വന്ന് അപരാധം കാണിച്ചപ്പോ എവനും ഫേമസ് ആയി. അല്ലാതെ നീയൊക്കെ എന്ത് തേങ്ങക്കൊല ചെയ്തത്? സ്ട്രീമർ ആണെന്ന് പോലും. നിന്റെ കൂട്ടത്തിലുള്ള സ്ട്രീമേഴ്സ് വിളിച്ചോണ്ടോ ഇവന്മാര് കാരണം നമുക്ക് നാണക്കേടാണെന്ന്. ഈ നിന്നെപ്പോ ഉള്ള സ്ട്രീമേഴ്സ് കാരണം. എന്നിട്ട് അവൻ വന്നിരുന്നിട്ട് ഉണ്ടാക്കുന്നു. യവൻ ചെയ്ത കാര്യം നമ്മളെടുത്ത് പറഞ്ഞപ്പോ എനിക്ക് സ്ട്രൈക്ക് കയറും. നീ സ്ട്രൈക്ക് കാണിച്ച് പേടിപ്പിക്കുകയാണോ?
നീ അടി, നീ ഇനി സ്ട്രൈക്ക് അടിയടാ, നീ അടി, നിനക്ക് പറ്റുന്നതിനൊക്കെ അടി. ഈ സായി ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് നീ പ്രൂവ് ചെയ്യും. ഈ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തേക്കാം പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നീ ധൈര്യത്തോടെ പറ ഫസ്മിന എന്താണ് നിന്നെ പറ്റി പറഞ്ഞത്, അത് പുറത്തുവിടാൻ പറ. ഫസ്മിന പറഞ്ഞ കാര്യങ്ങൾ, ആ വോയിസ് നീ ധൈര്യമായിട്ട് പുറത്തുവിട്ടോളാൻ പറ. എൻ്റെ അടി ഒന്ന് കമന്റ് ഇട്ടാവും. നെക്സ്റ്റ് വീഡിയോ ഞാൻ ആ വോയിസ് മാത്രം, ഞാൻ ഡയലോഗ് അടിക്കാൻ നിൽക്കത്തില്ല, ആ വോയിസ് മാത്രം അങ്ങ് പുറത്തുവിട്ടേക്കാം. എന്ത് പറയുന്നു, റെഡിയാണോ? അതുകൊണ്ട് പൊന്നു മോനെ ഷമീറെ, നീ കൂടുതലാണെന്ന് ഉണ്ടാക്കാൻ നിൽക്കരുത്. നമുക്കൊക്കെ അതേ പറയാനുള്ളൂ. അപ്പം ശരിയടാ മോനെ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ടിരിക്കും. ബൈ.